ആസ് എ ആക്ടർ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മളൊരു സ്റ്റീരിയോടൈപ്പിന്റെ ഭാഗമായി പോവാറുണ്ട്. എന്റെ ചാട്ടം എങ്ങോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. അഭിനയം തുടങ്ങുന്നത് 2017 അങ്കമാലി ഡയറീസ് എന്നാണ്. ഇവിടുന്ന് ഇന്ന് നിൽക്കുന്ന കിച്ചിട്ട് ബസ് എത്രത്തോളം മാറിയിട്ടുണ്ട്? മെലിഞ്ഞിട്ടുണ്ട്, മണ്ണൊക്കെ വെച്ചിട്ട്. ഇത് എന്താണ് എന്റെ മുഖത്തൊരു പുച്ഛച്ചിരി? എന്റെ മുഖത്തൊരു പുച്ഛച്ചിരി ഉണ്ടോ? ഒരു പുച്ഛച്ചിരി. പടം കണ്ടിരുന്നു, മലയക്കോട്ട വേൽപ്പം കണ്ടിരുന്നു. പിന്നെ പടം കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? ആളുടെ സിനിമ ആണ് ചെയ്യുന്നത്, നിങ്ങളുടെ സിനിമ അല്ല, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സിനിമ അല്ല. പുള്ളി ചെയ്യുന്ന സിനിമ പുള്ളിക്ക് ഓരോരുത്തരും ഇഷ്ടമല്ല. എന്തു ഇപ്പൊ ബ്രോ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ റിപ്ലൈ തന്നെ അതെന്റെ ഇഷ്ടമാണ്, കേൾക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പുള്ളി ചെയ്യും. താല്പര്യമുള്ളവർ കാണാം, ഇല്ലാത്തവർ കാണണ്ട. എനിക്ക് എഴുതാൻ അറിയില്ല, ഒരു സിനിമ സെറ്റപ്പ് ചെയ്തെടുക്കാനും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പം അത് അഭിനയിക്കാൻ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വരുന്ന സിനിമകൾ പറഞ്ഞു വിടുമ്പോൾ ഓർക്കണം വേറുള്ളവർക്ക്. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധമില്ല. എങ്ങനെ? കണ്ടിട്ടല്ലേ പെൻഡുലത്തിന് എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ. അതാണ് തുടക്കം മുതൽ ഈ ഓട്ടക്ക്. CP Xtalksലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അപ്പോൾ അനുമോളജി, വെൽക്കം ടു ദ ഷോ. കിച്ചിറ്റലസ്, വെൽക്കം ടു ദ ഷോ. അപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ നേരിട്ട് നിങ്ങളെ രണ്ടുപേരെയും കാണുന്നത്. അപ്പം എന്താണ് ആരാണ് ആരോ എടുക്കാനാണ് ഇത്ര സമയം എടുത്തതെന്ന് ചുമ്മാ നമ്മൾ തമാശയ്ക്ക് പറയണ്ടായി. എന്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്? പേര് പോലെ തന്നെ ആരോ കണ്ടെത്തി വരണം. സോ അനുമോളജി പറ, എന്താണ് സിനിമ? ആരോ ആണോ ജനറലി സിനിമയാണോ? ആരോ എന്ന് പറയുന്നത് VK കരീം സാർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, വടക്കുന്നാഥൻ പ്രദേശങ്ങൾ, തൃശ്ശൂർ ജനറലി നടക്കുന്ന ഒരു കഥ. കുറച്ച് സാധാരണക്കാരായ ആളുകളും അവരുടെ ജീവിതവും അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു വലിയ ഇൻസിഡൻറ്റും ഒരു ക്രൈമും അതിൻ്റെ കുറേ സാക്ഷികളും അതിൻ്റെ കുറേ കുറ്റക്കാരും അതിൻ്റെ കുറേ കണ്ടുപിടിക്കലുകളും അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ ഫാമിലി എലമെൻസും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ആരോ. അപ്പോൾ അതിൽ ഞാൻ താമര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. താമര തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിൽ പൂക്കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഈ സിനിമയിൽ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഈ താമര. താമരയിൽ കൂടെയാണ് ഈ കംപ്ലീറ്റ് കഥ ട്രാവൽ ചെയ്യുന്നത്. എന്താണ് എൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി? ഉണ്ടോ? ഒരു പുച്ഛച്ചിരി. ആലോചിച്ചോണ്ടിരുന്നത് നശിപ്പിച്ച് ഗൈസ്. അപ്പം സിനിമയുടെ ഡയറക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നത്. മുമ്പ് ചെയ്ത സിനിമകൾ കണ്ടാലും നമുക്കറിയാം ആ സമയത്ത് വളരെ ഹിറ്റായിരുന്ന സിനിമകൾ. അപ്പോൾ പുതിയൊരു അപ്രോച്ച് നടത്തുമ്പോൾ അത് നിങ്ങൾക്കും ഭയങ്കര ഫ്രഷ് ആയിരിക്കും കേൾക്കാനും, അത് കണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അനുഭവം. സോ എത്രമാത്രം ഡിഫറെൻ്റ് ആയിരുന്നു ആ ഒരു സംഭവം ആ സിനിമയിലേക്ക് വന്നപ്പോൾ? എത്രമാത്രം അപ്ഡേറ്റഡ് ആയിരുന്നു? എന്നെ സംബന്ധിച്ചൊരു തുടക്ക കാലഘട്ടമായിരുന്നു ഇത് സിനിമയുടെ. 2018 ടൈമിലാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ കരീംക്ക നമ്മുടെ ഒരു പടം കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് ഞാൻ വരുന്നത്. 2018 എന്ന് പറയുമ്പോൾ അങ്കമാലി ഡയറീസ് ആണോ? അത് കഴിഞ്ഞ് വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ പടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, നമുക്ക് പറ്റിയൊരു പരിപാടിയാണെന്ന് തോന്നി. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ കരീംഖാനെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഈ പടത്തോടു കൂടിയാണ് പുള്ളിനെ പരിചയപ്പെടുന്നതും എന്താണെന്ന് മനസ്സിലാക്കുന്നതും. അപ്പോൾ പുള്ളി അത്രയും സീനിയറായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭരതേൻ്റെ കൂടെ ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ദിലീപേട്ടൻ്റെ തന്നെ ഏഴരക്കൂട്ടം പടം, സുരേഷേൻ്റെ പടം, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ പടം ചെയ്യുക എന്ന് പറയുന്നതും നമുക്കൊരു ഭാഗ്യമല്ലേ? ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലല്ലോ. അപ്പോൾ അത് ഞാൻ രസമായിട്ട് എടുത്തു. നല്ല ക്യാരക്ടറാണ്. മുരുകൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഈ അനുമോട് പറഞ്ഞ പോലെ തൃശ്ശൂർ മാത്രം നടക്കുന്നൊരു കഥയാണെങ്കിലും ഞങ്ങൾ കുറച്ച് പേര് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നതാണ്. ഞാൻ ബേസിക്കലി തൃശ്ശൂരുള്ള ഒരാളല്ല, എൻ്റെ മോളും തൃശ്ശൂരല്ല ബേസിക്കലി. പക്ഷേ പണ്ട് തൊട്ട് തൃശ്ശൂർ വന്നതുകൊണ്ട് തൃശ്ശൂർക്കാരി ആയതാണ്.
ശരി. പക്ഷേ ഈ സംഭവങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നത് തൃശ്ശൂരാണ്. സാധാരണ ഒരു ചെറിയൊരു ഇടം സംഭവം. അത് പോട്ടെ. അനുമോളജിയുടെ എനിക്ക് അറിയാനുള്ളത് ഒരുപാട് സിനിമകളുടെ ഭാഗമായി അനുമോളജിനെ കാണാറുണ്ട്. ഇതിപ്പോൾ ഉടനീളം ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. എനിക്ക് ഇതിന് മുന്നേ ഇറങ്ങിയത് പെണ്ടുലം എന്ന് തോന്നുന്നു. റാണി. റാണി നമ്മൾ കണ്ടത് പെൻഡുലത്തിന്റെ പ്രൊമോഷനാണ്. ഓക്കെ, പെണ്ടുലം. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലേ? എങ്ങനെ? പെണ്ടുലം കണ്ടിട്ടല്ലേ? പെൻഡുലത്തിന് എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ. അതാണ് തുടക്കം മുതൽ ഈ ഓട്ടക്ക്. അന്ന് എന്നെ നശിപ്പിച്ചവൻ ചോദ്യം ചോദിച്ചിട്ട്. അപ്പൊ പക വീട്ട് അന്ന് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, അപ്പം പെൻഡുലത്തിന് ശേഷം അവൻ എന്റെ സിനിമ കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചോദിച്ചോളൂ. അപ്പം അത് ശരിക്കും ഒരു ഉടനീള ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് സംഭവം കൂടി ഉണ്ടല്ലോ. ഇതിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ്? അല്ലെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഒരു സിനിമയിലും ഞാൻ കോൺഫിഡൻ്റ് ആവാറില്ല. ഞാൻ ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് ഡയറക്ടേഴ്സ് സിനിമയും കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചുകൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവരെ വിളിച്ചുകൂടെ, ഇവരിത് നന്നാവും, ഇവർ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറയുന്ന ഒരു ആക്ടറാണ് ഞാൻ ഇപ്പോഴും. എനിക്ക് ആ ടീമിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോൺഫിഡൻസ് തരുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. പിന്നെ എൻ്റെ സിനിമകളാണെങ്കിലും ഞാൻ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്രിട്ടിക്കലി കാണുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ആരോ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 100 നെഗറ്റീവ്സ് ആയിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഒരു പെർഫോമൻസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര അങ്ങനെ ആവാൻ ശ്രമിക്കും, കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ കോൺഫിഡൻ്റ് ആവുന്ന ഒരാളേ അല്ല. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും സിനിമ ഓരോ ആളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അതത് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിനിമ വരും. അത് കുറേ ആളുകൾ ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ ആ സിനിമ ഹിറ്റാവും, നന്നായി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞൊരു സംഭവം ഉണ്ട്, എപ്പോഴാണ് ഒരു ആക്ടർ കോൺഫിഡൻ്റ് ആകുക? എനിക്ക് അറിയില്ല അത് അങ്ങനെ വരുമോ ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും പലതും. ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ത് പറയുന്നോ അത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവർ കോൺഫിഡൻസിനെക്കാട്ടും ഭേദം സമാധാനപരമായിട്ട് പുള്ളി പറയുന്ന സാധനം ചെയ്യുക, പുള്ളി ഹാപ്പിയാക്കി വിടുക. ഇപ്പം നമ്മളിപ്പോൾ താനായാലും അഭിനയിച്ചൊരു സാധനം കാണുമ്പോൾ തൃപ്തിയാവണമെന്നില്ല. നമ്മൾ ഈ പറഞ്ഞിട്ട് മൈന്യൂട്ട് മിസ്റ്റേക്ക് വരും കണ്ടുപിടിക്കും, നല്ലത് കണ്ടുപിടിക്കില്ല എപ്പോഴും. എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും ആദ്യം അവരുടെ നെഗറ്റീവ്സ് തന്നെ ആയിരിക്കും കാണുക തോന്നുന്നു. പക്ഷെ ഞാൻ ചില ആക്ടേഴ്സൊക്കെ പറയണ കണ്ടിട്ടുണ്ട്, ഞാൻ ഗംഭീരമായിട്ടുണ്ട്, ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയണ കുറേ ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്, ഇപ്പോഴും കാണാറുണ്ട്. ഇപ്പം ആങ്കറിങ് കണ്ടു കഴിഞ്ഞാല് കുറെ അയ്യോ അത് അങ്ങനെ ചോദിക്കായിരുന്നു, പക്ഷെ ഇത് ഇങ്ങനെ ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ അവര് ആ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ കൗണ്ടർ അങ്ങനെ തോന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളും. അഭിനയവും എക്സ്പീരിയൻസ് ആണ് ബ്രോ. നമ്മൾ ചെയ്ത് കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ കൊടുക്കും, അവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ. കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവുന്ന സാധനമൊന്നും നടക്കില്ല. അപ്പൊ ഉള്ളത് മാക്സിമം നന്നായി ചെയ്തു കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ ആക്ടർ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മളൊരു സ്റ്റീരിയോടൈപ്പിന്റെ ഭാഗമായി പോകാറുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ എത്തരത്തിലുള്ളതായിരിക്കും? എന്റെ ചാട്ടം എങ്ങോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക, സ്റ്റീരിയോ ടൈപ്പ് ആയി പോവാന്ന് ഞാനിപ്പം ഇന്ന് 2-3 പേരോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയറക്ടേഴ്സാണ് ഒരു ആക്ടറിനെ വിളിക്കുന്നത്. ഞാനല്ല എനിക്ക് കഥ എഴുതുന്നതും സിനിമ എനിക്ക് വേണ്ടി സിനിമ ഞാനല്ല അത് ചെയ്യണത്. അപ്പം നമ്മളെ വിളിക്കുന്ന ആളുകളാണ് അത് ചെയ്യേണ്ടത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് കേൾക്കുന്ന കഥകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയെ പറ്റി കേൾക്കുമ്പം ഞാൻ എക്സൈറ്റഡ് ആവുന്ന സിനിമകൾ ചെയ്യാനാണ്. അപ്പം ഞാൻ താമര ഇപ്പം താമര ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇപ്പം നമ്മളിത് വടക്കുന്നാഥനിലെ പൂക്കച്ചവടക്കാരിയാണല്ലോ, അപ്പോൾ ചെന്നൈയിൽ ഒരു പൂക്കച്ചവടക്കാരിയുടെ റോളെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കും, ഇതിലെനിക്ക് ഇപ്പം ഞാൻ ചെയ്തതല്ലേ, ഞാൻ അങ്ങനെ ഒരു ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ആ കഥയിൽ വേറെ എന്തെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്തെങ്കിലുമൊക്കെ ചെയ്തതല്ലാണ്ട് നമുക്ക് വേറൊരു യെസ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളത് ചെയ്യാൻ നോക്കുക. വരുന്നതിൽ നിന്ന് എനിക്ക് കണക്റ്റ് ആവുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നതും സ്ത്രീകളെ ചൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്.
അതല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് എഴുതാൻ അറിയില്ല, ഒരു സിനിമ സെറ്റപ്പ് ചെയ്ത് എടുക്കാനും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പം അത് അഭിനയിക്കാൻ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വരുന്ന സിനിമകൾ പറഞ്ഞു വിടുമ്പോൾ ഓർക്കണം വേറുള്ളവർക്ക്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിനയം തുടങ്ങുന്നത് 2017 അങ്കമാലി ഡയറീസ് എന്നാണ്. സോ അഭിനയ കളരി എന്ന് പറഞ്ഞാൽ തന്നെ കളരി എന്ന് വെച്ചാൽ ലിജോയേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളതിനൊരു സംഭവമായിട്ട് എനിക്ക് കാണുന്ന ഒരു സംഭവമാണ്. അപ്പം അവിടുന്ന് ഇന്ന് നിൽക്കുന്ന കിച്ചു ടില്ലേഴ്സ് എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഗെയിൻ ചെയ്തിട്ടുണ്ട്, അന്ന് പഠിച്ച പാഠം എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? മെലിഞ്ഞിട്ടുണ്ട്, വണ്ണൊക്കെ വെച്ചിട്ട് വേറൊരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതല്ല, നമ്മൾ അന്ന് ഒന്നും അറിയില്ല, ഇപ്പോഴും പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പക്ഷേ കുറേ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഇതിപ്പോൾ ആരും നമുക്ക് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന പരിപാടിയല്ലല്ലോ അത്. അല്ലെങ്കിൽ ഒരു അക്കാദമി പോയിട്ട് അഭിനയം പഠിച്ചിട്ട് വരുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ. എങ്ങനെയോ താല്പര്യം കൊണ്ട് ഇങ്ങനെ ഓഡിഷനൊക്കെ പോയിട്ടായാലും സിനിമയിൽ വന്നു. പിന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. എല്ലാവരും വിചാരം ഒരു പടം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ അടുത്ത കോളാന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, ഇപ്പം അനുമോളോട് ചോദിച്ച പോലെ തന്നെ അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാനൊരു എഴുത്തുകാരനായത്. പിന്നീടാണ് നിങ്ങൾ പറയുന്ന പോലെ പല പടങ്ങൾ എനിക്ക് വന്നത്. അതെന്തുകൊണ്ടാണ്? ടൈപ്പ് കാസ്റ്റിങ്ങിലേക്ക് ആൾക്കാർ വിളിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് തന്നെ ആയിപ്പോവും ഞാൻ എന്നുള്ളത്. അത് തന്നെ കാര്യം, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഒന്ന് അടങ്ങിയിരിക്കാൻ തുടങ്ങി, അത്ര തന്നെ. പടം കണ്ടിരുന്നു, മലയക്കോട്ടെ വേൽപ്പം കണ്ടിരുന്നു. പിന്നെ പടം കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? അഭിനയിച്ച അഭിനേതാവെന്ന നിലയിൽ മീൻസ് അതിലല്ല ഞാൻ പറഞ്ഞ ലിജോയുടെ പടം, ആ ഒരു ആളുകൾ പല രീതിയിലുള്ള ഒരു അല്ല, ലിജോയുടെ എപ്പോഴും പറയുന്നൊരു കാര്യം, ആളുടെ സിനിമ ആണ് ചെയ്യുന്നത്, നിങ്ങളുടെ സിനിമയല്ല, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സിനിമയല്ല. പുള്ളി ചെയ്യുന്ന സിനിമ പുള്ളിക്ക് ഓരോരുത്തരും ഇഷ്ടമല്ല. എന്തും ഇപ്പോൾ ബ്രോ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ റിപ്ലൈ തന്നെ അതെൻ്റെ ഇഷ്ടമാണ്, കേൾക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സിനിമ പുള്ളി ചെയ്യും. താല്പര്യമുള്ളവർ കാണാം, ഇല്ലാത്തവർ കാണണ്ട. പക്ഷേ അയാൾ ഗംഭീര മേക്കറാണ്. ഭയങ്കര സന്തോഷമാണ് അയാളുടെ പടത്തിൽ നിന്ന്, മീൻസ് ചേട്ടൻ്റെ പടത്തിൽ നിന്ന് വരാൻ സാധിച്ചത്. അയാളെന്നൊക്കെ വിളിക്കുന്നത് ഒരു രസമുണ്ടാട്ടോ. ഞാൻ നാളെ അതൊരു ഇതാക്കണ്ട, ഇതിൻ്റെ അപ്പുറമാണ് നേരിട്ടുള്ള വിളികൾ. ഓക്കെ, ശരി. അപ്പം ആരോ എന്താണ് പ്രേക്ഷകർ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആരെയൊക്കെ കാണണം, എന്തൊക്കെ കാണണം? ആരൊക്കെയോ കാണും, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റ്. ഉറപ്പായിട്ടും പോസ്റ്റർ കണ്ടപ്പോൾ ജോജു അടക്കമുള്ള താരനിരകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തൃശ്ശൂർ വടക്കുന്നാഥനൊക്കെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു കഥ, കുറേ ക്യാരക്ടർ. അപ്പം കുറേ പേരുണ്ട്. പിന്നെ എല്ലാവർക്കും അവരുടേതായ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഈ കഥയിലേക്ക് വരുന്നതിൽ. എല്ലാത്തിനായും ഞാനായാലും വരുന്നതും ജോയി ചേട്ടൻ വരുന്നതും ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടായ ഇന്ന ആളെന്ന് ഒരാൾക്കെന്ന് മാത്രമല്ലേ പടം, ആരോ എന്ന് പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് സ്പേസ്. അപ്പോൾ ആരോ ഒരു വിജയമാകട്ടെ എന്നും നിങ്ങൾ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി എനിക്ക് കാണാൻ പറ്റുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. മെയ് 9-ാം തീയതിയാണ് പടം. എല്ലാവരും പടം കാണാം. പെൻഡുലം കണ്ടിട്ട് എന്നെ വിളിച്ച് റിവ്യൂ പറയാമെന്ന് പറഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല. ആരോ കണ്ടിട്ട് വിളിച്ചോ. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുറെ പ്രാവശ്യം റെസ്പോൺസ് എടുക്കാനും പരിപാടിക്കൊക്കെ ആയിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് നല്ല പടമായിരുന്നു, ഉറപ്പായിട്ടും കാണേണ്ട പടം തന്നെയാണ് പെൻഡുലം. ഇപ്പം എനിക്ക് ഓൺലൈൻ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കിയോ. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.